ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെന്തെങ്ങിൻ തോട്ടം. കൂടുതൽ ചെന്തെങ്ങുള്ളൊരു തോട്ടമാണ് ഇപ്പം നമ്മൾ കാണാൻ പോണത്. നല്ല അടിപൊളി ചെന്തെങ്ങിൻ്റെ തോട്ടം കേട്ടോ കാണാൻ പോണത്. പിന്നെ വേറെ പല വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, സപ്പോട്ട, നെല്ലിക്ക, നാരങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീടുണ്ട്. ഇത് സ്ഥലം എവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ അട്ടപ്പാടിയാണ്. അട്ടപ്പാടി പാടവയൽ വില്ലേജിൽ നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഫുള്ള് കാണാം. മൊത്തം 2.5 ഏക്കറാണ് വരുന്നത് കേട്ടോ. സ്ഥലം 2.5 ഏക്കറ. നല്ല അടിപൊളി സ്ഥലമാണ്. അത് ഫുള്ള് കാണിച്ചു തരാം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അത്യാവശ്യം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കങ്ങനെ മേലേക്ക് പോയി നോക്കാം. ഇപ്പം നമ്മൾ പശു വളർത്തുകയാണെങ്കിൽ അതിനുള്ള പുല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പുല്ലുവാണെങ്കിൽ അത് അരിഞ്ഞെടുക്കാം. പശു വളർത്താം. എല്ലാത്തിനും പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഇത് ലേശം മേലേക്ക് ചെരിവുണ്ട്. അത് കാണിച്ചാൽ ആ ചെരിവുള്ള സ്ഥലത്തൊക്കെ നമുക്ക് റിസോർട്ടും വേണമെങ്കിൽ പറ്റും. അട്ടപ്പാടി മൊത്തം റിസോർട്ടിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. വാങ്ങിയിട്ടാൽ ഒരിക്കലും നമുക്ക് നഷ്ടം പറ്റില്ല. അപ്പോഴത്തെ തേങ്ങയുടെ വിലയൊക്കെ അനുസരിച്ചിട്ടേ തെങ്ങും തോട്ടങ്ങൾക്ക് ഇങ്ങനെ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആദ്യം ഒരു 35-40-45 കിട്ടിയിരുന്ന തോട്ടങ്ങളൊക്കെ ഇപ്പോൾ തെങ്ങും തോട്ടം 90-80-90 സെൻറ്റിന് ആ റേഞ്ചിലെത്തി ഇപ്പോൾ തോട്ടങ്ങൾക്ക് വില. അട്ടപ്പാടിയിൽ പൊതുവേ ഈ തമിഴന്മാർ കയറിയിട്ടേ തമിഴന്മാർ ഫുള്ള് വാങ്ങിക്കൂട്ടി. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 100 തോട്ടം ഉണ്ടെങ്കിൽ 80 തോട്ടം ഇപ്പോൾ തമിഴന്മാരുടെ കയ്യിലായി മാറിക്കഴിഞ്ഞു. അത് കാരണം ഇപ്പോൾ തമിഴന്മാരിങ്ങനെ പുടിയും വലിയ അവിടെ സ്ഥലം വാങ്ങാനേ ഓലെ അങ്ങോട്ട് വാങ്ങും. സ്ഥലം വാങ്ങിയിട്ട് ആദ്യം 4 പുറം ഈ എർത്ത് ഫെൻസിങ് കൊടുക്കും. ഫെൻസിങ് കൊടുത്തതിന് ശേഷം ബോർവെല്ല് അടിക്കും, അല്ലെങ്കിൽ കിണർ കുത്തുക. വെള്ളം വെയിലുണ്ട് സുരക്ഷയാക്കിയിട്ട് ഒരു തയ്യാളുണ്ട് നട്ടുപിടിപ്പിക്കുകയാണ്. തയ്യാൾ നട്ടുപിടിപ്പിച്ചാൽ പിന്നെ ഓല് പറയുന്ന വിലക്ക് വാങ്ങാനും ആൾക്കാരാണ്. പിന്നെ അതും തമിഴന്മാരനെ വാങ്ങിയോലെ ആരും ഇപ്പോൾ കൊടുക്കണമില്ല. ആ ലെവലയക്കണ്. തേങ്ങക്കും കൂടിയിട്ട് വില കൂടിയപ്പോഴേ തേങ്ങക്കും ഉടക്കൊക്കെ വില കൂടിയപ്പോൾ തേങ്ങക്കും വില കൂടിയപ്പോൾ നല്ല മാർക്കറ്റായി തോട്ടത്തിന്. ഇതിൽ കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ തോട്ടത്തിൽ. തേങ്ങയൊക്കെ നല്ല കായ് പിടുത്തുള്ള തെങ്ങുകളാണ്. പൊതുവെ ഇവിടെയൊക്കെ ഈ കരിക്ക് വെട്ടിക്കൊണ്ടുപോകണ്ടേ. ഒരു തെങ്ങുമ്മ നമ്മൾ കൊടുക്കണത് കരിക്ക് 25 ഉറുപ്പ്യാണ്. 25 ഉറുപ്പ്യക്ക് തെങ്ങുമെന്ന പോലെ പണിക്കാർ വന്ന് കയറ് കെട്ടി ഇളനീരൊക്കെ ഇറക്കി നമുക്ക് നിലത്തുനിന്ന് എണ്ണുമ്പോൾ എണ്ണണേന് പീസിന് 25 ഉറുപ്പ്യ വെച്ച് കിട്ടും. നമുക്ക് വേറൊരു ചിലവുമില്ല. പക്ഷേ തേങ്ങനെക്കാട്ടിലും ഇപ്പം മെച്ചം കരിക്ക് കൊടുക്കലാണ് ഒരു കണക്കിന്. പിന്നെ കരിക്ക് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കരിക്കായി കിട്ടും ചെയ്യും. മാസം വെട്ടാൻ കിട്ടും. എനിക്ക് ഭാഗത്ത് ഈ പാടവയൽ വില്ലേജിൽ തന്നെ ഒരു 10 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ശരിക്കും 28 ദിവസം കൂടുമ്പോൾ കരിക്ക് വെട്ടിയെന്ന് 12,000-13,000 ഒക്കെ കരിക്ക് കിട്ടിയെന്ന്. അന്ന് ഞാനിപ്പോൾ വിറ്റു. ഇപ്പോൾ വിൽക്കേണ്ടിയിരുന്നില്ലാന്നായി. ഇപ്പോൾ നല്ല വിലയായിപ്പോയി തോട്ടത്തിന്. 1.10 ആയിപ്പോൾ ഞാൻ കൊടുത്ത തോട്ടത്തിന്. ഞാൻ കൊടുത്തത് 32-33 ഉറുപ്പ്യായിട്ടൊക്കെ കൊടുത്തത് സെൻറ്റിന്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ വില കൂടിയതായി 2-3-4 കൊല്ലം കൊണ്ട് നല്ല കയറിയ തോട്ടങ്ങൾക്ക് വില. ഇതിൽ അത്യാവശ്യം കുറച്ച് വാഴകളും ചെങ്കതലി അങ്ങനത്തെ വാഴകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കഴുങ്ങും തൈ വെച്ചുണ്ട്. 2 കൊല്ലം കൊണ്ട് കായ്ക്കണ കഴുങ്ങുകളാണ്. ഇതുണ്ടോ ഒക്കെ ചെന്തെങ്ങ. ഈ കരിക്കിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടിപ്പോൾ ഈ എണ്ണം ചെന്തെങ്ങ് വെച്ച് പിടിപ്പിച്ചത്. നമ്മളാ കയറി വരുന്നിടത്താൽ കണ്ട അണ്ണൻ്റെ തന്നെയാണ് ഈ സ്ഥലം. അണ്ണന് കാലുകെട്ട് സുഖമില്ലാതായിട്ടേ അയാൾക്ക് നടക്കാൻ 2 കാലായിട്ടും വയ്യ. അതുകൊണ്ടപ്പോൾ അയാൾ കൊടുക്കണത്. അയാൾക്ക് താഴെ ഭാഗത്തും തോട്ടമുണ്ട് വീടൊക്കെ ആയിട്ട്. അപ്പോൾ 2 തോട്ടം നടത്തി കൊണ്ടുപോകാൻ വയ്യാനിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് പുറത്താര ലിസ്റ്റിലും പെട്ടിട്ടുമില്ല. ബ്രോക്കർമാരുടെ ലിസ്റ്റിലൊന്നും ഇല്ലത്. നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ചു തന്നതാണ് അയാൾ. ഇത് ഫുള്ളയാൾ ഈ ചെന്തെങ്ങും ഏകദേശം കുറേ വെച്ച് പിടിപ്പിച്ചിരിക്കണം.
ഈ കരിക്കുമ്പൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. കരിക്ക ലാഭം, കരിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 25 റുപ്യ ഒന്നിന് വെച്ച് കിട്ടും കൊണ്ട് നല്ല മെച്ചാണ്. കരിക്ക് പെട്ടെന്ന് ആവും ചെയ്യും. അടിക്കൊല ഇങ്ങനെ കരിക്ക് വെട്ടുമ്പോൾ മേക്കൊല വേഗം ആയിക്കൊണ്ടിരിക്കും. നിറയെ കരിക്ക് കുടിക്കണ ചന്തങ്ങാണ്. നമുക്കങ്ങനെ മൊത്തം നടന്ന് കാണാം. ഓരോ മരത്തിൻ്റെ ചുവട്ടിലും പോകുമ്പോൾ അങ്ങനെ നടന്ന് കാണാം. കാരണം ഇത് കാണാൻ, ചെന്തെങ്ങ് കാണാൻ തന്നെ, ഈ ചെന്തെങ്ങിൻ്റെ കരിക്കൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഒരു തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. നല്ല സുഖമാണ്, നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. നടക്കുകയാണെങ്കിലും ക്ഷീണം അനുഭവപ്പെടില്ല. തണുത്തൊരു ചെറിയ കാറ്റും കുളിർക്കാറ്റൊക്കെ ആയിട്ട്. പിന്നെ ഇതിന് ബോർവെൽ വെള്ളമുണ്ട്, താഴെ ഒരു പുഴ ഉണ്ട്, അതിനുള്ള വെള്ളമുണ്ട്. 2 വെള്ളമുണ്ട്. സ്പ്രിങ്ക്ലറാണ്, മൊത്തം സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്തിരിക്കണേ. 4 ഓളം ഫെൻസിങ്ങും കാര്യമൊക്കെ ഉണ്ട്. ചെന്തെങ്ങൻ കാണാൻ തന്നെ, ചെന്തെങ്ങിൻ്റെ തേങ്ങ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴുകും തൈയൊക്കെ നല്ല ഐറ്റം കഴുകും തൈയാണ്. 2 കൊല്ലം കൊണ്ടൊക്കെ കായായി കിട്ടും. പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് കയറി പോകണ്ട. ടോപ്പ് നല്ല രസമാണ്, തട്ടായിട്ടാണ് തോട്ടം. ഇവിടെയൊക്കെ ഇപ്പോൾ റിസോർട്ട് ഇഷ്ടംപോലെ ആയി. റിസോർട്ടൊക്കെ വരും കൊണ്ട് നല്ല വിലയാണ്, നല്ല മാർക്കറ്റായി ഇപ്പോൾ തോട്ടങ്ങൾക്ക്. എന്നാലും വാങ്ങിയിട്ടാൽ ഒരിക്കലും നഷ്ടം പറ്റില്ല. ഇനിയിപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് ഇനിയിപ്പോൾ 2 കൊല്ലം നമ്മൾ ആദായമൊക്കെ എടുത്ത് പിന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ല വിലക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ വാങ്ങിയിട്ടിട്ട് മറിച്ച് പോകുകയാണെങ്കിലും നല്ല വിലക്ക് പോവുകയും. കാരണം അണ്ണന്മാർ തമിഴന്മാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കണ്ടല്ലോ. ഇവിടുത്തെ മേലെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വ്യൂ ആണ് ഇതൊക്കെ. തട്ടായിട്ട് കിടക്കുമ്പോൾ മേലേക്ക് അങ്ങനെ ചെല്ലുമ്പോൾ ഏത് വണ്ടിയും ഉള്ളിലേക്ക് ചെല്ലും. അതാണ് അതിൻ്റെ മെച്ചം. നമുക്ക് കാറ് വരെ മേലേക്ക് കൊണ്ടുപോകാം. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അട്ടപ്പാടി മലനിരകളിങ്ങനെ കാണുക, നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. എന്തായാലും വാങ്ങിയിടുന്നവർക്ക് നല്ല പൈസ ഉണ്ടാക്കുക അവിടുന്ന്. അതിമനോഹരമായ കാഴ്ച പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. കഴുങ്ങും കായ തുടങ്ങിയാലേ നല്ല ലക്ഷങ്ങൾ വരുമാനമാക്കാം. ഇത് പിന്നെ എന്താ മെച്ചമെന്ന് വെച്ചാൽ നമുക്ക് തൈത്തോട്ടമായതുകൊണ്ടേ തെങ്ങൊക്കെ ആൾറെഡി കരിക്ക് വെട്ടാനും തേങ്ങ വെട്ടാനൊക്കെ ആയി. അയിമത്തെ ആദായം കിട്ടും. അയിമത്തെ ആദായം കൊണ്ട് തന്നെ നമുക്ക് പണിക്കൂലിയും വളടലും കവുങ്ങിന് വളടലും ഒക്കെ നടത്താം. അത് ഏകദേശമായി വരുമ്പോഴേക്കിന് കഴുങ്ങ് 2 കൊല്ലം കൊണ്ട്, എന്തായാലും 2 കൊല്ലം കൊണ്ട് കായ്ക്കും. പെട്ടെന്ന് കായ്ച്ചു കിട്ടും. അപ്പോൾ അടക്കക്കും നല്ല വിലയായി, നല്ലൊരു സംഖ്യ അടക്കക്കും കിട്ടും. വണ്ടി നമുക്ക് തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. കണ്ടില്ല, ഇതൊക്കെ വഴിയാണ്. കാറിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുപോകാം. പിന്നെ ഈ മേലത്തെ വ്യൂ ശരിക്കും പറയാനുള്ളൊരു തന്നെ നല്ല വ്യൂ ആണ്. ഇനിയിപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ ഐഡിയ ഉള്ളവർക്കേ ഈ ടോപ്പിൽ അവിടെ നിന്ന് നോക്കിയാൽ കണ്ടു ടോപ്പാണ്. ഈ ടോപ്പിൽ നിന്ന് ശരിക്കും ഈ ഓരോ ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടാലേ ചെറിയ ഓരോ റിസോർട്ടിൻ്റെ കണ്ടിട്ടില്ലേ, ചെറിയ അങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടാലാവും നല്ല ഓടും. ചെറിയ കോട്ടേജ് പോലെ കെട്ടിയിടുക, അതും നല്ലോണം ഓടും. കാരണം നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. എന്തായാലും വാങ്ങിയിടുന്നവർക്ക് എന്തായാലും നഷ്ടം പറ്റൂല. ആദായം കിട്ടി തുടങ്ങിയ തോട്ടാണ്. കുരുമുളകായിട്ടും ഇതിപ്പോൾ മേലെ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി തുടങ്ങിയ തോട്ടം. അത് വൃത്തിയാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയായിട്ടില്ലേ. നിലത്തെ കാട് വെട്ട് മെഷീട്ട് അടിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ വ്യൂ ആണ്. താഴെ മലനിരകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ കാട് വെട്ട് മെഷീനായിട്ട് വെട്ടിയതാണ്. ശരിക്കും നമ്മൾ കൈക്കോട്ടിട്ട് ചെത്തിക്കൂരിയ പോലെ ആക്കിയിരിക്കണം. ശരിക്ക് കുറച്ച് ഇവിടെയൊക്കെ കാര്യമായിട്ട് വളപ്പൊടി തന്നെ, ചാണകപ്പൊടി അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കഴുകും തെങ്ങും പിന്നെ വെള്ളം തന്നെ ശരിക്ക് വരും. നാരങ്ങയുണ്ട് അതിൽ കൂടിയൊക്കെ നാരങ്ങ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം കൊണ്ടും ആദായമുള്ള തോട്ടമാണ്. പുതിയ തോട്ടമാണിത്. പുതിയ തോട്ടമായതുകൊണ്ട് നമുക്ക് കുറേ ലൈഫ് കിട്ടും. മറ്റേ മുരടിച്ച് പോകാനായ തെങ്ങുകളൊന്നുമല്ല, നല്ല തെങ്ങുകളാണ്.
നാരങ്ങ അത്യാവശ്യം നാരങ്ങയുണ്ട്. അവിടെ ഒരു നാരങ്ങ മരം ഉണ്ട്, അതിൻ്റെ ചുവട്ടിലൊക്കെ അതാ നാരങ്ങ ഊണ് കിടക്കുക, വെറുതെ ഇങ്ങനെ ഊണ് കിടക്കുന്നുണ്ട്. അത് അയാൾക്ക് അങ്ങോട്ട് കയറി പോകാൻ വയ്യാണ്ട് കാലിയായിട്ട് സുഖമില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ ഊണ് കിടക്കില്ലെങ്കിൽ അയാൾ പെറുക്കിയെടുക്കണതൊക്കെ. എന്തായാലും ഇതാണ് ഇപ്പോൾ ടോപ്പ്, നമ്മളെ തട്ടായിട്ട് മേലത്തെ തട്ടാണിത്. ഈ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന വ്യൂ ആണിത്. അപ്പോൾ എന്തിനും അനുയോജ്യ തോട്ടായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ ഓരോ ഹട്ടുകൾ കെട്ടിയിട്ട് നമുക്ക് റിസോർട്ടായിട്ടും കൊണ്ടുനടക്കാം. എന്ത് വേണമെങ്കിലും എന്ത് പ്രൊജക്റ്റിനും പറ്റും. വെള്ളവും കറണ്ടും വഴി എല്ലാ സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഞാൻ റോഡിൻ്റെ ഫ്രണ്ടേജും ഒന്ന് കാണിച്ചു തരാം. നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് കേട്ടോ, ടാർ റോഡ് തന്നെയാണ്. ശരിക്കും ഇപ്പോൾ നമ്മളതിൻ്റെ മുക്കും മൂലയും എല്ലാ ഭാഗവും ഫുള്ള് ക്ലിയറായിട്ട് വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഇത്ര ലോങ് ആയി പോണ വീഡിയോ. അത് കാണുമ്പോൾ അവിടെ കയറി കാണുമ്പോഴേ ഈ ഫുള്ളായിട്ട് വീഡിയോ എടുത്താലേ അതിൻ്റെ ഒരു ഇത് നമുക്ക് കാഴ്ച കിട്ടുള്ളൂ. ഓരോരോ തെങ്ങുകളും കഴുങ്ങുകളും ഒക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ കരുതിയിട്ട് അങ്ങനെ എടുക്കണം. മേലക്കുള്ള ഈ കഴുങ്ങും തെയ്യങ്ങളൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ടോ. ഇനി നമുക്ക് അങ്ങനെ താഴത്ത് ഇറങ്ങിപ്പോവാം. കശുമാവ്, മാവ്, കുരുമുളക്, നാരങ്ങ, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട്, പുൽകൃഷി, ഇനി തൊഴുത്തൊക്കെ കെട്ടിയിട്ട് 2 പശുക്കളെ വളർത്തുകയാണെങ്കിലും ആട് വളർത്തുകയാണെങ്കിലും അതിനൊക്കെ സൗകര്യമുണ്ട്. ഈ ആട് വാങ്ങണവർക്കും സുഖം, ആട് വളർത്തണവർക്കേ ഇവിടെ ഏതെങ്കിലും ഒരു മറ്റേ ആദിവാസി അല്ലെങ്കിൽ തമിഴന്മാർ പണിക്കാർ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചാൽ ഓല ആടിനെ ആ മലയിൽ കൂടെയൊക്കെ കൊണ്ടുപോയി നോക്കി മേടിച്ച് കൊടുന്നേരും. നമ്മളെ തോട്ടത്തിലിങ്ങനെ ഓരോ ഭാഗത്ത് വല കെട്ടി അതിൻ്റെ ഉള്ളിലാക്കി അവിടേക്കുള്ള ആട്ടുംകാട്ടവും ആട്ടുമൂത്രമൊക്കെ കിട്ടിയാൽ തന്നെ നല്ലൊരു വളമായി. ഓരോ തട്ടിൽ ഓരോ ദിവസം പാർപ്പിച്ചാൽ മതി ആടുകളെ. നല്ല വളക്കൂറുള്ള, അപ്പോൾ നല്ല വളക്കൂറായി മാറും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വളരേണ്ട ആവശ്യമൊന്നും വരില്ല. ഇവിടെ കുറച്ച് കാലി സ്ഥലമുണ്ട് അതിൻ്റെ ഇടയിൽ. ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കൗണ്ടം ഒഴിവാക്കിയിടുന്നതാണ്. അപ്പോൾ അയാൾക്ക് കാലിന് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചക്കറി ഇടാത്തത്. റംബുട്ടാൻ ഒക്കെ വീട്ടാവശ്യത്തിനുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. നമുക്ക് റോഡിൻ്റെ ഫ്രണ്ടേജ് കാണിച്ചു തരാം. അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അവിടുന്ന് അങ്ങനെ ഈ അത്രയും ദൂരം നമുക്ക് റോഡ് ഫ്രണ്ടേജ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക, അതിൽ വിളിച്ചോളുണ്ടു. നല്ല സ്ഥലമാണ്. ഇതിന് ചോദിക്കണ വില ഏക്കറിന് 45 ലക്ഷം രൂപ. അപ്പോൾ ഓക്കെ. Staying with you, being with you, 'cause everyone is so loud. I just want a little bit of peace.